ഹായ് കൂട്ടുകാരെ, ഞാൻ ഗംഗ എസ് കെ KAUPS എളമ്പുലാശ്ശേരിയിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ അച്ഛൻ്റെ വാഴത്തോട്ടത്തിലാണ്. പകുതിയോളം വാഴകളും വെട്ടിക്കഴിഞ്ഞു. എങ്കിലും ശ്രദ്ധിച്ചു നോക്കൂ, പല വാഴകളിലും ഇതുപോലെ കവറിട്ടിട്ടുണ്ട്. പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കിളികളുടെ ശല്യം തന്നെയാണ്. നല്ല നല്ല വാഴക്കുലകൾ തന്നെ കിളികൾ കൊത്തി നശിപ്പിക്കുകയാണ്. ഇത് വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വയ്ക്കുന്നത്. അതിനായി ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു ലഘു ഉപകരണമാണ് വാഴക്കുല സംരക്ഷണ യന്ത്രം. ഇത് ഏതു സാമ്പത്തിക നിലയിലുള്ള കർഷകനും വളരെ എളുപ്പത്തിൽ ചിലവ് കുറവിൽ ഉണ്ടാക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ വിജയം. ഇതിനായി ആവശ്യമുള്ളത് ഒരു കമ്പിയാണ്. അത് 10 ഇഞ്ച് റേഡിയസിൽ വളയ്ക്കണം. അതിന് ഒരു കമ്പി നീളത്തിൽ വയ്ക്കുക. അത് ആ യന്ത്രത്തിൻ്റെ ഹാൻഡിലാണ്. അതിലേക്ക് നമ്മൾ ചെറിയ 1 ഇഞ്ച് മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന തരത്തിൽ കുറച്ച് മുനകൾ സ്ഥാപിക്കണം. ഇത് ഈ യന്ത്രത്തിൻ്റെ അടിവശത്തെ ലെയറാണ്. ഇനി മുകളിലേക്ക് നമുക്ക് ഒരു പ്ലാസ്റ്റിക് പാട്ടയുടെ അടപ്പ് വേണം. അതിന് ചെറിയ 3 ദ്വാരങ്ങൾ ഇട്ടുകൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യം ഇനി ചെറിയ പ്ലാസ്റ്റിക് ട്യൂബുകളാണ്. ആ ട്യൂബ് ആ 3 ദ്വാരത്തിലും പിടിപ്പിക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് പാത്രം താഴാനും പൊങ്ങാനും നേരെ കൃത്യതയിൽ ഇരിക്കാനാണ്. അതായത് അടിയിലെ ലെയറും മുകളിലെ ലെയറും ഒരേപോലെ ഇരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ വച്ചിട്ടുള്ള ആ മുനകളിലേക്ക് സ്പ്രിങ് ഇട്ട് കൊടുക്കണം. ആ സ്പ്രിങ് ആണ് നമ്മളെ സഹായിക്കുന്നത്. ഇനി ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരുവിധം എല്ലാ കർഷകരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാവരും ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാഴയിൽ ഒരു ചെറിയ ഏണി വച്ച കയറി വാഴക്കുലയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വാഴയ്ക്കും അത് ദോഷകരമാണ്. കാരണം വാഴ ചെറിയൊരു കാറ്റടിക്കുമ്പോൾ തന്നെ വീഴാൻ സാധ്യതയാകുന്നു. അതിനാണ് ഞങ്ങൾ ഇങ്ങനെയൊരു യന്ത്രം കണ്ടുപിടിച്ചത്. ഇതിലേക്ക് ഇനി നമ്മൾ അതിലേക്കൊരു കേബിൾ കണക്ട് ചെയ്യണം ഈ ഹാൻഡിലോട്ട്. ഇനി നമ്മളത് പ്രസ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് മൂലം അടപ്പ് താഴുകയും അതുകൊണ്ട് നമുക്ക് അങ്ങനെ താഴുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറ് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വലിയ റബ്ബർ ബാൻഡാണ് ഇതിനായിട്ട് ആവശ്യം. അങ്ങനെ നോർമൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ആ റിങ്ങിലേക്ക്. ഇനി നമ്മൾ ഈ വാഴയുടെ മുകളിലോട്ട് വെച്ച് ഈ സ്പ്രിങ് മൂലം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ അടപ്പ പൊന്തുകയും കവറും റബ്ബർ ബാൻഡും ഈ വാഴക്കുലയിലേക്ക് ഫിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെലവ് കുറവിൽ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഞങ്ങളിത് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അത് വളരെ വിജയകരമായിരുന്നു. ഇങ്ങനെ കാണുന്ന ഓരോ വാഴക്കുലകളിലെ കവറും ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഈ രീതിയിൽ തന്നെയാണ്. ഇതുപോലെ നമുക്ക് മറ്റൊരു രീതിയിലും ഇത് ചെയ്യാൻ കഴിയും. പക്ഷേ കൂടുതൽ വിജയകരം ഇതാണെന്ന് മാത്രം. താങ്ക് യു.